പാകിസ്ഥാനിലെ ക്വറ്റയിലുണ്ടായ സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്കേറ്റു. ചാവേർ ആക്രമണമെന്നാണ് സൂചന. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ശ്യാമ സദാനന്ദനുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാമ, എപ്പോഴാണ് ഈ ആക്രമണമുണ്ടായത്? ആര്യ, BNP സ്ഥാപകൻ അതാവുള്ള മെഗലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചൊരു റാലി നടന്നിരുന്നു. ഈ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് ക്വറ്റയിൽ ഇന്നലെ രാത്രി സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചാവേർ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ക്വറ്റയിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത്. ഈ പരിക്കേറ്റവരിൽ 7 പേർക്ക് പരിക്ക് ഗുരുതരമാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം ഒക്കെ തുടരുകയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ വലിയൊരു ചാവേർ സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ ബലൂചിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് അടുത്തും ഒരു സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ സൈനിക താവളത്തിന് നേർക്കും ഒരു ഭീകരാക്രമണം ഉണ്ടായതായും സൈനികരടക്കം കൊല്ലപ്പെട്ടു എന്നും അറിയുന്നുണ്ട്. ഈ ആക്രമണങ്ങളുടെയൊന്നും ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 3 സ്ഫോടനങ്ങളായി 25-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബലൂചിസ്ഥാനിൽ ലിബറേഷൻ ആർമിയുമായൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ്. നിരവധി പേർ കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആര്യ, 11 പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.